പാളയത്തിനപ്പുറത്തു കഷ്ടനിൽക്കുക നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവം തന്ന വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ഒത്തിരി ഒത്തിരി കുറവുകളുടെ നടുവിലാണ് നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് ഞാനൊക്കെ നിൽക്കുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നിർത്തിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞിരിക്കുന്ന പോലെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. അതുപോലെ ഫിലിപ്പിയർ 4:13 പറഞ്ഞിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്ന സകലത്തിനും മതിയാകുന്നു. ആ ഒരു വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തോടു കൂടിയായിരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയൊരു ശക്തി നമ്മളിൽ ഓരോരുത്തരിലേക്കും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവമേ, ഇന്ന് കടന്നു വരാൻ പലരും വിചാരിച്ചിട്ട് കഴിഞ്ഞില്ലല്ലോ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിൻ്റെ കാലഘട്ടമാണല്ലോ. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്ത ഒരു വിഷയം ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. ഇന്ന് ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവവും നാവുമായിട്ടുള്ള ബന്ധം എന്താണ് നമുക്ക് ഓരോരുത്തരും ദൈവത്തോടുള്ള ബന്ധം എന്താണ്? ആ ഒരു ബന്ധം നമ്മൾ എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നുണ്ട്? നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പമുണ്ടോ? ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 1 പറയുന്നു, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ദൈവം ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യം ദൈവം മനുഷ്യനോട് കൂടെ നടന്നു. അതാണ് നമ്മൾ ഏതൻ തോട്ടത്തിൽ കാണുന്നത്. ഉൽപ്പത്തി 3:8. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അപ്പോ ആദിമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തോട് കൂടെ നടന്നിരുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. ആ ഒരു പഴയ അവസ്ഥയിലേക്ക് നാം വീണ്ടും കൂടിച്ചേരണം. അതിനുള്ളതായിരിക്കണം നമ്മളുടെ ഓരോ ചിന്തയും പ്രാർത്ഥനയും പ്രവർത്തനവും. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഉൽപ്പത്തി 5:24. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോ പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഓരോരോ പല പല അവസരങ്ങളിലായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ഇതെല്ലാം നമുക്ക് സുപരിചിതമാണല്ലോ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വീണ്ടും എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ 1:2 ദൈവം പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആദ്യമേ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്ന് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. യേശു നമ്മുടെ ഇടയിൽ പാർത്തു. ആദ്യം യഹോവയായ ദൈവം നമ്മോടുകൂടെ പാർത്തു അല്ലെങ്കിൽ നടന്നു. ഇപ്പോൾ വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഈ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എത്രമാത്രം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 1:22 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാക്കാൻ ഇതൊക്കെയും സംഭവിച്ചു. അതെ. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ജനനവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണല്ലോ മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്.
പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആണോ ഇന്ന് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ട അത്യാവശ്യമാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 9:6 വരുമ്പോൾ ഇതിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലുള്ളതിലും നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ ഉള്ളതിന്റെ പൂർത്തീകരണമായിട്ടാണ്. അങ്ങനെ ഒത്തിരി വചനങ്ങൾ അതിലുണ്ട്, ഞാൻ ഒരെണ്ണം മാത്രം അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ വീണ്ടും നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഭാഗം നമുക്കൊന്ന് കൂടുതൽ ചിന്തിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇത് സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ പാടി പുകഴ്ത്തിയ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തീജ്വാല ശുശ്രൂഷയെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ തീജ്വാല ശുശ്രൂഷ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞങ്ങളൊക്കെ സെൻട്രൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ധരിച്ചു വച്ചിരുന്നത് ആട്ടിടയന്മാർന്ന് തീ കായുന്നതൊക്കെ ആയിട്ടാണ് ഒരു സിമ്പലൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല, സ്വർഗത്തിലെ ദൈവം, അഗ്നിമയനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ പ്രതീകമാണ് നമ്മൾ ആ തീജ്വാല ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ഇതിൽ വേണം. സ്വർഗത്തിൽ രാജാതിരാജാവായിട്ട് കഴിയുന്നതായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയോളം താണ് ഭൂമിയിൽ വന്ന നമ്മുടെ രക്ഷയ്ക്കായിട്ട് പിറന്നതിന്റെ ഒരു സിമ്പലാണ് ഇവിടെ കാണുന്നത്. അതിലെ ഉപരിയായിട്ട് പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ 24:17 ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലാതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലാതാനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ വരും, അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും പുത്രന്മാരൊക്കെ സംഹരിക്കുകയും ചെയ്യും. യേശുവിന്റെ നക്ഷത്രത്തെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന അവിടെയാണ്, സംഖ്യാപുസ്തകത്തിലാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഈ സ്വർഗീയ സൈന്യത്തിന്റെ പാട്ട് അല്ലെങ്കിൽ ആ പുകഴ്ത്തുന്നതിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. പക്ഷെ എന്റെ ഒരു ചെറിയ അറിവില്ല, അല്ലെങ്കിൽ വായിച്ചും കേട്ടും കടമെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. യഹൂദ പാരമ്പര്യം അനുസരിച്ചാണ് യേശുവിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവസാന നാൾ വരെ ആ ഭർത്താവ് കുറെ ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഈ പാട്ടിനെ പറ്റിയുള്ള മാത്രം ഞാൻ പറയാം. ഏകദേശം അന്നത്തെ സൂതികർമ്മണി അല്ലെങ്കിൽ ഇന്നത്തെ മിഡ്വൈഫ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് ഗൈനക്കോളജിസ്റ്റ് വേണ്ട, അതിന് ക്രമീകരിക്കപ്പെട്ടവർ 2-3 ദിവസം മുമ്പേ തന്നെ ഇവരുടെ കൂടെ വന്ന് പാർക്കും. ഈ സമയമാകുമ്പോൾ അവര് പുറത്തു വന്ന് അനൗൺസ് ചെയ്യും കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ആ സമയത്ത് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ദേശത്തെ നടപ്പനുസരിച്ച് ഏറ്റവും നല്ല കായിക സംഘത്തെ അല്ലെങ്കിൽ അവനവന്റെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ധനസ്ഥിതിക്ക് അനുസരിച്ച് ഒരു വലിയൊരു സംഘത്തെ അവര് ഏർപ്പാട് ചെയ്തിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അതിലേക്ക് ആദ്യം പതിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്തോത്രഗീതം അല്ലെങ്കിൽ ആയിരിക്കണം. അതാണ് യഹൂദ പാരമ്പര്യം. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് യൗസേപ്പിന് ഇതൊന്നും ഒരുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം വഴിയമ്പലത്തിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. വഴിയമ്പലത്തിൽ ആശ്രയം തേടി അവിടെയാണല്ലോ കുട്ടിയെ തൊട്ടിയിൽ കിടത്തിയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ആ പാരമ്പര്യം ഒരു കാരണവശാലും നിർത്തിക്കളയാനോ അല്ലെങ്കിൽ ഇല്ലാതെ വരാനോ ഒരു പോരായ്മ വരാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. അവിടെയാണ് രാജാതിരാജനൻ പിറന്നിരിക്കുന്നത്. ആ ഒരു മഹോന്നതമായ ആ അവസരത്തിൽ ആ മഹനീയ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് ഗായക സംഘം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പാടി. ആ പാട്ടിന്റെ ഈണമോ താളമോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്രയ്ക്ക് സൗരഭ്യമായിരിക്കും, അത്രയ്ക്ക് കാതിന് ഇമ്പമുള്ളതായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ.
നേരെ മറിച്ച് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇത് ആൺകുട്ടിയാണെങ്കിൽ മാത്രമേ ഈ സംഗീതം ഉണ്ടാവുകയുള്ളൂ. സംഗീതം ഇവരെല്ലാം ഒരുക്കി നടത്തിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ അവർ നിശബ്ദരായി അവര് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് യഹൂദ പാരമ്പര്യത്തിൽ കാണുന്നത്. ഞാനിതൊരു അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സംഖ്യാപുസ്തകത്തിലെ യേശുവിന്റെ നക്ഷത്രം കാണുന്ന മത്തായി 2:2 വീണ്ടും നമുക്ക് നക്ഷത്രത്തെ കൂടി ഒന്ന് കാണാം. യഹൂദന്മാർക്ക് രാജാവായി തീർന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടാമെന്ന് നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ സമയത്തുണ്ടായ സാഹചര്യങ്ങളും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നക്ഷത്രം അവിടെ കാണുന്നു. അവിടെ 2:10 അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു. നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ യേശുവിന്റെ ജനന സമയം അല്ലെങ്കിൽ ജനനത്തിനെ പറ്റിയുള്ള മുൻകൂട്ടി ഒരു അറിവ് ഈ വിദ്വാൻമാർക്ക് അറിവ് കിട്ടിയപ്പോൾ, അതിന്റെ നക്ഷത്രത്തെ കാണുകയും എല്ലാം ചെയ്തപ്പോൾ, അവർ കാണുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഉള്ളിൽ സന്തോഷമുണ്ടായി. അപ്പോൾ നേരിട്ട് യേശുവിനെ കണ്ടപ്പോഴുള്ള സന്തോഷം നമുക്ക് എത്രമാത്രം ആണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ദൂതന്മാർ പാടിയ പാട്ടിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2:14 വരുമ്പോൾ, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പലയിടത്തും ഇത് തെറ്റായിട്ടാണ് പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ളത്. അത് എന്റെ അറിവുകളുടെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവപ്രസാദമുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് എല്ലാ മെസ്സേജിലും നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നാണ്. ഈ സമാധാനം ഇന്ന് ലോകത്തെ എവിടെ കാണാൻ കഴിയുന്നുണ്ട്? എവിടെ സമാധാനമേ ഉള്ളൂ. കുടുംബമെടുത്താലും നാടെടുത്താലും സഭയെടുത്താലും രാജ്യമായാലും ലോകമായാലും യുദ്ധവും യുദ്ധത്തിന്റെ രീതികളും എന്ന് വേണ്ട അസന്മാർഗീയതയുടെ മ്ലേച്ഛതയാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇന്ന് സമാധാനം എന്ന് പറയുന്നതില്ല. കാരണം ഇന്ന് പിറന്നു വീണ കൊച്ചു മുതല് വളരെ പ്രായമായവർ വരെ തന്നിഷ്ടത്തിനല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണ്. മദ്യത്തിന്, മയക്കുമരുന്നിന് എന്ന് വേണ്ട എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് കാട്ടിക്കൂട്ടാമോ അതെല്ലാം നമ്മുടെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള നഗരമാണല്ലോ കൊച്ചി നഗരം. ഇന്ന് ഇന്ത്യയിലെ തന്നെ ബോംബെ വെല്ലുന്ന ഒരു നഗരമായിട്ട് കൊച്ചി മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇന്ന് ലഭിക്കാത്ത വസ്തുക്കളില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ആ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ നമ്മളുടെ എല്ലാം ഉള്ളിൽ ആദിയാണ്. അത് ടൗണിലേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്ത്, അതാണ് യേശു ക്രൂശിങ്കിലേക്ക് പോയപ്പോൾ പറഞ്ഞത്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. ഇന്ന് മക്കളെ ചൊല്ലിക്കരയുന്ന മാതാപിതാക്കളെ ചൊല്ലിക്കരയുന്ന മക്കളുമുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഏതെല്ലാം വഴിവിട്ട ജീവിത രീതികള് ഇന്ന് വിവാഹത്തിനും വിവാഹേതര ജീവിത ദാമ്പത്യ ബന്ധങ്ങൾക്ക്, സ്ത്രീപുരുഷ ബന്ധങ്ങൾക്കും യാതൊരു കല്യാണമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തോട് കൂടിയായിരിക്കാൻ നമുക്ക് എളുപ്പം കഴിയണം. ഈ സമാധാനം യേശു പറഞ്ഞിരിക്കുന്നു. ഈ മത്തായി സുവിശേഷം 9 കാണാം: സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ അസമാധാനം ഉണ്ടാക്കുന്നവരാണോ? നമ്മളതൊന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ വാക്കിലെ, പ്രവൃത്തിയില്, നമ്മുടെ ഓരോരോ നോട്ടത്തിലും യേശുവിനോട് പത്രോസ് ചോദിച്ച മാതിരി നിന്റെ പുറകെ നടന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇന്ന് ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ, അവനൊന്ന് നോക്കിയാൽ, അവന്റെ നേരെ ഒന്ന് ചിന്തിച്ചാൽ എന്ത് വേണ്ട, നമുക്ക് എന്ത് പ്രോഫിറ്റാണ് കിട്ടുന്നത് എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. പഴയ മനുഷ്യ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു മനുഷ്യ ബന്ധങ്ങളിലേക്ക് കടന്നു വരാതെ ഈ ലോകത്തിൽ ശാന്തി സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല. അവിടെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദ്രവിക്കുകയും അരുത്.
ഈ സമാധാനം ഇന്ന് ലോകത്ത് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവമക്കൾ മാത്രമാണെന്ന് എനിക്ക് നിസ്സംശയം പറയാം. കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, കാരണം ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു എന്നുള്ളത്. ആ ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. കാരണം വചനപ്രകാരവും പ്രകൃതിപരമായിട്ടും മനുഷ്യരുടെ ഇടയിൽ കാണുന്ന പ്രവൃത്തികളും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അവൻ വാതിക്കൽ വന്ന് മുട്ടുന്നു എന്നുള്ള വാക്യം നമുക്ക് ഒത്തിരി താമസിയാതെ തന്നെ നമുക്ക് കാണുവാനും കേൾക്കുവാനും, ആ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും അവനോടുകൂടി എടുക്കപ്പെടണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എത്ര പേർക്കുണ്ട്? യേശു വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്വർഗീയ അനുഭവം ഉണ്ടെന്നോ ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നോ ആത്മാർത്ഥമായിട്ട് ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ കേൾവി പോലെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അത് ഹൃദയത്തിൽ, പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടതുപോലെ നമ്മുടെ എല്ലാ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നമുക്ക് നടത്തണം. ദൈവമക്കൾക്ക് മാത്രം സമാധാനം കിട്ടുവാനുള്ള കാരണം അവൻ ദൈവത്തോട് കൂടെയായിരിക്കണം, അവൻ യേശുവിനോട് കൂടെയായിരിക്കണം. ആ യേശു നടന്നതുപോലെ നമുക്ക് നടക്കാൻ കഴിയണം. നമ്മുടെ റോൾ മോഡൽ, ഇന്ന് പലർക്കും പലരും റോൾ മോഡൽ ഉണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യുവജനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് പോലെ ഇന്ന് റോൾ മോഡലായിരിക്കുന്നത് പലരെയും തെറ്റായ രീതിയിലാണ്. പക്ഷെ അത് മാറ്റിയിട്ട് എൻ്റെ യേശുവിനെ റോൾ മോഡലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഭാഗ്യവാന്മാരായി. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വരുത്തുവാൻ നമ്മളുടെ ഈ ദൈവവചന പ്രഘോഷണവും അതുപോലെ തന്നെ നമ്മുടെ വേദവായനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മുടെ ധ്യാനവും എല്ലാം അതിന് ഉപകരിക്കണം. അല്ലാതെ മറ്റ് ചിന്തകളിലേക്ക് നമ്മൾ, കാരണം ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനേകം ചിന്തകളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷെ സകല ചിന്താകുലവും യേശുവിൻ്റെ മേലിട്ടോളാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ ചുമക്കുകയാണ്. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനുള്ളൊരിടം ഈ ലോകത്ത് യേശു അല്ലാതെ വേറെ ആരുമില്ല. ഫിലിപ്പിയർ 4:5, 6, 7 ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അതെ, നിങ്ങളുടെ സൗമ്യത. ഇന്ന് സൗമ്യമായിട്ട് സംസാരിക്കുന്നവരുണ്ടോ? സൗമ്യമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടോ? സൗമ്യമായിട്ട് ജീവിക്കുന്നവരുണ്ടോ? ഇന്ന് അനേകം പേർക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടിയിട്ട്, കാരണം ഒരു BP പേഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ദേഷ്യം പെട്ടെന്ന് വരും, അവരറിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള ദേഷ്യവും ഇതെല്ലാം വരും. അപ്പൊ അവിടെ എല്ലാം നമുക്ക് ദൈവത്തെ ധ്യാനിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ആ ദൈവവചനം നമുക്ക് ഉരുവിടാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും വേണ്ട, ദിവസത്തിൽ 4-5 വാക്യങ്ങൾ അല്ലെങ്കിൽ ഓർക്കുമ്പോഴെല്ലാം ഒരു ദൈവവചനം നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോയാൽ അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. സൗമ്യത. അടുത്ത് കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും വിനുവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഏതൊക്കെ രീതിയിൽ സമാധാനം കണ്ടെത്താൻ കഴിയും. മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, MDMA കഴിക്കുന്നവൻ അത് ഉപയോഗിക്കുന്നു എന്ന് വേണ്ട, ചിത്രം കാണുന്ന എന്ന് വേണ്ട, ഏതെല്ലാം രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ താൽക്കാലികമായ സമാധാനം കിട്ടുമായിരിക്കാം. പക്ഷെ യഥാർത്ഥ സമാധാനം കിട്ടണമെങ്കിൽ യേശുവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ആ യേശുവിനെ ഒന്ന് മുറുകെ പിടിക്കണം. ആ യേശു എൻ്റെ കയ്യിൽ പിടിക്കണം. ഞാൻ യേശു പറയുന്ന പോലെ ഞാൻ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നാണ്. ആ ദൈവം യോഹന്നാൻ 6:44 പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. അപ്പോൾ ആ ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന് പുണ്യമായിട്ടുള്ളത് എന്ന് വേണ്ട, ഓരോ നോട്ടത്തിലും ഓരോ ചിന്തയിലും നമ്മുടെ എല്ലാം കാഴ്ചപ്പാടുകൾ ദൈവസന്നിധിയിലേക്ക് പ്രസാദകരമായിരിക്കണം. ആ പ്രസാദകരമായ, കാരണം കയീനും ഹാബേലും മുതൽ നമുക്ക് പ്രസാദകരമായിട്ടുള്ള വസ്തുതകളെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനമാണ് നമുക്ക് വേണ്ടത്. ആ ദൈവത്തിന്റെ സമാധാനം അത് മുകളിൽ നിന്നുള്ള ചിന്തയാണ്, ഉയരങ്ങളിൽ നിന്നുള്ള സമാധാനമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
കൊലോസ്യ ലേഖനം 3:15 നമുക്ക് ഇപ്രകാരം വായിക്കാം: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരുത്തി. ഇന്ന് നമുക്ക് ആരോടെങ്കിലും നന്ദിയുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ആരൊക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവനൊരു ഓർമ്മയുണ്ടായിരുന്നു, അവർക്ക് അത് കാണുമ്പോഴെങ്കിലും ഒരു നന്ദി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇതെല്ലാം മാറിയിട്ട് മനുഷ്യൻ മൃഗത്തെക്കാൾ തരം താണിരിക്കുന്നു. ഒരു മൃഗത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പട്ടിയെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉരുള ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് കടിക്കില്ല എന്നാ പറയുന്നത്. അതിന് ബോധമുണ്ടെങ്കിൽ. അത് പേപിടിച്ചു പോയെങ്കിൽ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സുബോധമുള്ളൊരു പട്ടി ഒരു ഉരുള ചോറ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എത്ര കടിക്കുന്ന പട്ടിയാണെങ്കിലും അവന് കടിക്കില്ല. പക്ഷെ ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എന്താണ്? സ്വന്തം മാതാപിതാക്കളെ കഴുത്തെടുത്തു, കുഞ്ഞുങ്ങളെ തോട്ടിലെറിഞ്ഞ്, കായലിലെറിഞ്ഞ്, എന്ന് വേണ്ട എന്തെല്ലാം രീതിയിലുള്ള മ്ലേച്ഛതകളാണ് നമ്മൾ കാണുന്നത്. പത്രവും ടിവിയും മറ്റു മാധ്യമങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് രക്തകയറുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടാവുന്നത്. ഇതൊന്നും വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അത്രമാത്രയ്ക്ക് ലോകം അതിന്റെ വർഷത്തിൽ മാറി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം പറഞ്ഞ പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അനുതപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. സ്വതം ഗോമോറയേക്കാൾ കഷ്ടമാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എബ്രായ ലേഖനം 12:14 പറയുന്നത് പോലെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോ നമുക്ക് ആവശ്യം നമ്മുടെ ഒരു ശുദ്ധീകരണമാണ്. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എന്ന് വേണ്ട നമ്മുടെ സ്വന്തം ശരീരത്തെ ഏതെല്ലാം രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണോ അതെല്ലാം നമ്മൾ പാലിക്കണം. അത് സ്ത്രീയായാലും പുരുഷനായാലും എന്ന് വേണ്ട ശാരീരിക സൗന്ദര്യത്തിന് വേണ്ടി ഒത്തിരി പേര് ഒത്തിരി കാശ് പൈസയെല്ലാം മുടക്കാറുണ്ട്. പക്ഷേ എൻ്റെ ആത്മശുദ്ധി അല്ലെങ്കിൽ എൻ്റെ ശരീരശുദ്ധി, ആ ദേഹശുദ്ധി കുറിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാകാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുകയാണ്. എബ്രായ ലേഖനം 13:16 വരുമ്പോൾ, എബ്രായ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറക്കരുത്. എബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക ത്യാഗത്തിനല്ലോ ദൈവം പ്രസാദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയിലും പ്രവൃത്തിയിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ നന്മ, നമ്മളെ കൊണ്ട് സാധിക്കുന്നതായ നന്മ, പണം കൊടുത്തില്ലെങ്കിലും ഒരു നല്ല വാക്ക്, അതുപോലെ തന്നെ ഒരു നല്ല നോട്ടം, അതുപോലെ നല്ല പുഞ്ചിരി, ഇതെല്ലാം മനുഷ്യന് ആശ്വാസം കിട്ടുന്നതാണ്. ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലുവാനായിട്ടുള്ളൊരു വഴികളാണ് ഇതെല്ലാം. നാം മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നല്ല ശമരിയക്കാരൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തരും വളരണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. 2 കൊരിന്ത്യർ 5:17 1 കൊരിന്ത്യർ 3:16 നമുക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 3:16 നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആ ദൈവം മനുഷ്യനോട് കൂടെ നടന്നു, മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു. ഈ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ദൈവം വസിക്കേണ്ടത്. ആ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം എത്രമാത്രം മലിനപ്പെടാതെ എത്രമാത്രം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ അവിടെ ദൈവം പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരികയില്ല എന്നൊരു കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഒരു ക്രിസ്തുവിലായാൽ അവൻ യേശു ക്രിസ്തുവിനോട് കൂടെ ആവുകയാണ്. ആ ക്രിസ്തു നമ്മളിലേക്ക് വരുവാണ്. അപ്പോ ആ ഒരു പരസ്പര ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ, യേശു
കാരണം യേശു പറഞ്ഞു മത്തായി സുവിശേഷം, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതായ ദൈവം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് എല്ലാം ആഴ്ന്നിറങ്ങണം. ഓരോ അവയവവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ദൈവം തന്നിരിക്കുന്നതായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം എന്ന് വേണ്ട, ഒരു മനുഷ്യന് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. കാരണം ഇന്ന് പലരും നമ്മുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം, അത് വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ, സ്വസ്നേഹികളായിട്ട് അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനോട് പറഞ്ഞിരിക്കുന്നതാണല്ലോ. ആ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് വായിക്കുന്നില്ല. പക്ഷെ ഗലാത്യർ 2:2 വരുമ്പോൾ നമുക്ക് കാണാം, ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരുടെ വിശേഷ പ്രമാണികളോട് വിധിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്നുള്ള ഭാഗം പോയി അതിനകത്ത് കൂട്ടി വായിക്കണം. കാരണം ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ സന്വേഷണത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, അല്ലെങ്കിൽ 2:20 കൂടി ഒന്ന് കിടക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പോ ഈ ക്രിസ്തു ആയിരിക്കണം എന്നിൽ ജീവിക്കേണ്ടത്. ഇന്നിപ്പോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും, ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറേണ്ടതെന്ന്, നീ ചിന്തിക്കേണ്ടത് എന്തെന്ന്, നീ പറയേണ്ടത് എന്ത് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും. അത് അതിന്റെ കാതിൽ മന്ത്രിച്ചു തരും. അതല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടി, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയുമോ ആ ഒരു കാര്യസ്ഥൻ നമ്മളോട് കൂടെ ഉണ്ട്. അത് നമുക്ക് യാതൊരു സംശയവും കൂടാതെ, നമുക്ക് ഭയപ്പെടാതെ, കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചാൽ നമ്മളൊരു ആപത്തിലേക്ക് ചാടുകയില്ല, ഒരു അപകടത്തിലേക്ക് പെടുകയില്ല. നമുക്ക് രോഗശാന്തിയുണ്ട്, കാരണം അതിന്റെ അടിപ്പണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുപോലെ ദൈവം കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം കണ്ണുനീരിൽ മറികടക്കുന്ന ഒരു ദൈവമല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എന്തെന്നറിഞ്ഞ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 143:10 പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ ദൈവമാകുന്നുവല്ലോ. നമ്മൾ ഓരോരുത്തരും രാവിലെ എണീക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന നമുക്ക് എന്താ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഒരു പഠനമാണ്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മളെ പഠിപ്പിക്കും. എന്നെ പഠിപ്പിക്കണമേ എന്നാണ്, ഞാനിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും കാണിച്ചു തരും. കാരണം ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ നുറുങ്ങിയ ഹൃദയത്തോടുകൂടി, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണം. അവിടെ സാഷ്ടാംഗ പ്രണാമമാണ്. അല്ലെങ്കിൽ നമുക്കവിടെ ഞാനെന്ന ഭാവം വിട്ടിട്ട് അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു മുൻവിധിയും പാടില്ല. ദൈവത്തിന്റെ ഇഷ്ടം നടത്തണമേ, അതെനിക്ക് എന്നിൽ പരിപാലിക്കണമേ, എനിക്ക് പ്രാവർത്തികമാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതം തുടങ്ങുന്നതും നമ്മൾ ഉറങ്ങാൻ പോകുന്നു. അതാണ് നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന നിദ്രയിൽ എന്താണ് നമ്മൾ പിഴ ചെയ്യുന്നതെന്ന് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലും പാപമാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ കണ്ടീഷനാണ്. സ്വപ്നങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വപ്ന വ്യാഖ്യാനം എല്ലാം ബൈബിളിൽ നമുക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞിരുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത് എന്ന്. അപ്പോൾ സമയത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും ഈ വിഷയത്തിലേക്ക് അല്പം കൂടി ഒന്ന് കടന്നു ചെല്ലുവാനായി ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എന്താവാൻ കഴിയണം? അത് ഗലാത്യ ലേഖനം 4:19 നമുക്കൊന്ന് വായിക്കാം. ഇതാണ് എനിക്കൊരു ക്രിസ്തുമസ് സന്ദേശമായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ ഒത്തിരി ആഘോഷിക്കുന്നുണ്ട്. കേക്കുണ്ട്,
വൈനുണ്ട് എന്ന് വേണ്ട മദ്യവും ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന റെക്കോർഡ് ഇതെല്ലാം കാണാൻ നമുക്ക്. ആദ്യം നമ്മൾ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബാറിലാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രം കെട്ടിത്തൂക്കിയിരിക്കുന്നതെന്ന് തമാശ ആൾക്കാർ പറയാറുണ്ട്. കാരണം അതിലെത്താതെ ഇവിടെ ചെല്ലണമല്ലോ. എന്റെ ദൈവമേ, ഞാൻ എല്ലാം കാണാനുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, നമ്മൾ ആഘോഷങ്ങളുടെ പുറകെ മെസ്സേജിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിയാറുണ്ട്. പക്ഷേ ഈ ക്രിസ്തുവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? എന്റെ യേശുവുമായിട്ട് എനിക്ക് എന്നാ ബന്ധം? ഇന്ന് ഞാൻ പുൽത്തൊട്ടി കിടക്കുന്ന യേശുവിനെയും ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? കാരണം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ക്രൂശിൽ പറയ്ക്കപ്പെട്ടതായി, അല്ലെങ്കിൽ അവസാനത്തെ തുള്ളി രക്തം വരെ എനിക്ക് ഉറ്റിത്തന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ മോചനത്തിന് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തു തന്നതായ കഷ്ടപ്പാടുകൾ നമ്മൾ ഓർത്തുകൊണ്ടാണോ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ആ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എത്രമാത്രം ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമുക്കറിയാം. കാരണം ആ പേരോടി ചാർത്തേണ്ടതായ, അല്ലെങ്കിൽ ഇന്നത്തെ ഇതുപോലെ സെൻസസ് എടുക്കേണ്ടതായ സമയത്ത് ഇടം നൽകാൻ തലചായ്ക്കാൻ ഇടമില്ലാത്തിരുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും, കാരണം ഇന്നത്തെ ഒരു പ്രസവമൊക്കെ നോക്കിയാൽ ലക്ഷങ്ങൾ മുടക്കി എത്രമാത്രം ലക്ഷറി ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു പുൽപ്പ പോയിട്ട് ഒരു ബുദ്ധി പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ യേശുവിന്റെ ജന്മമെന്നും നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ അവൻ ഇന്ന് സഹിച്ചു. അവൻ പിലാത്തോസിന്റെ അടുത്ത് മുതൽ കാൽവറി ക്രൂശ് വരെ പോകുമ്പോൾ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവേ ഇവർ ചെയ്യുന്ന അവരുടെയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം, സ്നേഹത്തിന്റെ സ്വരൂപമായ ദൈവം സ്നേഹമാകുന്നു. അവിടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവനെ കണ്ടാൽ മനുഷ്യനല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവന്റെ ഉഴവിച്ചാല് പോലെ കീറിയിരിക്കുന്നു. കാരണം ഒരു മനുഷ്യ രൂപമല്ല, അവന്റെ തലയും മുഖവും എല്ലാം അടിച്ച്. ഇപ്പൊ വചനം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ മെസ്സേജുകളിലൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ ചിന്തിക്കുന്നു, ആലോചിച്ചു പോകാറുണ്ട്. അവന്റെ മുഖത്ത് തുപ്പി അവനെ അടിച്ചു എന്നാണ് കാണുന്നത്. വെറുതെ തുപ്പുമല്ല, അർപ്പിച്ച തുപ്പുമല്ല. ഒരാളല്ലാതെ അനേകം പേരാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് തുപ്പുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഒരു മാനസികാവസ്ഥ നമ്മളുടെ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ മുഖത്തേക്ക് തുപ്പൽ കഴിഞ്ഞിട്ടതിന് ശേഷം അടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ദേഹത്ത് തുപ്പിയിട്ട്, മുഖത്ത് തുപ്പിയിട്ട് അവനെ കൈകൊണ്ടടിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ വടി കൊണ്ടടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ ദണ്ഡാണ്, അല്ലാണ്ട് ചുഴവടിയോ ഇതൊന്നുമല്ല. ആ വടി കൊണ്ടടിക്കുമ്പോൾ അവന്റെ മുഖത്തെ അസ്ഥികൾ തകരും, പല്ലുകൾ കൊഴിഞ്ഞു പോകും, മൂക്ക് ചിതറും എന്ന് വേണ്ട, കണ്ണിന്റെ കൃഷ്ണമണി വരെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. ആ കൂട്ടത്തിൽ മുൾക്കിരീടങ്ങൾ വെച്ചിരിക്കുന്നു. ആ മുൾക്കിരീടം വെട്ടിക്ക് നീളമുള്ളൊരു പ്രത്യേകതരം മുള്ളാണ്. ആ മുള്ള കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണ്? ഇതെല്ലാം എൻ്റെ യേശു എനിക്ക് വേണ്ടി സഹിച്ചുവല്ലോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മളിങ്ങനെ ഫോർമാലിറ്റിക്ക് ക്രിസ്തു വന്നു, രക്ഷകനായി പോയി എന്നെല്ലാം അല്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ക്രൂശിൽ കിടന്ന്, അല്ലെങ്കിൽ ആ വിലാപ്പുറത്ത് കുത്തേറ്റ് അവസാനത്തെ തുള്ളി രക്തം വരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കണ്ണുനീരോട് കൂടിയല്ലാതെ, വിറയലോട് കൂടിയല്ലാതെ മനസ്സിന്റെ ഒരു പ്രയാസം നമ്മളിലേക്ക് എത്രമാത്രം കടന്നു വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു കുഞ്ഞിനാണ്, നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നമ്മുടെ എല്ലാം അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ദേഹത്ത് ഒരു മുള്ളു കൊണ്ടാൽ വേണ്ട, ഒരു നിസ്സാരമായ ഒരു പോറലുണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം വേദനയാണ് നമ്മൾ സഹിക്കുന്നത്. ശരീരത്ത് ഒരു സൂചി പോലെ കുത്താൻ സ്ഥലമില്ലാതെ വിധത്തിൽ അവന്റെ ദേഹം മുറിപ്പെട്ടു. ചാട്ടവാർ കൊണ്ടടിച്ചു. ചാട്ടവാറിന്റെ മുൻപിൽ 3 മുപ്പല്ലി പോലെയുള്ള ഒരു വസ്തു, അല്ലെ ചൂണ്ടക്കുളത്ത് പോലെയാണ് ഇരിക്കുന്നത്. ആഴ്ന്നിറങ്ങിക്കഴിയുമ്പോൾ അതിൽ നിന്ന് മാംസവും പേശികളും എല്ലാം വലിഞ്ഞ് പുറമേട്ട് വരും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി. ദേഹത്തു നിന്ന് രക്തം ഒഴുകുന്നതായ ഒരവസ്ഥ. നമ്മുടെ ദേഹത്തു നിന്ന് ഒരു മില്ലി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ രക്തം അല്പം എടുക്കുമ്പോഴത്തേനും നമുക്ക് വിഷമമാണ്, രക്തമെല്ലാം പോയല്ലോ എന്ന്. ആ വാർന്നൊഴുകുന്ന രക്തം നമുക്ക് വേണ്ടിയാണ്. ആ രക്തത്തിലാണ് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. ആ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. യേശുവിന്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും കഴുകിയിരിക്കുകയാണ്. ആ രക്തം
ആ തന്റെ ചോര കൊണ്ട് നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. ആ ചോര കൊണ്ട്, ആ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട്. ആ പൊതിയുവാൻ വേണ്ടിയാണ് യേശു നമ്മുടെ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. വീണ്ടും പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒന്നുപോലെ ആവർത്തിക്കുകയാണ്, നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തു ഉരുവാകുന്നത് വരെ നമ്മൾ പ്രാണവേദനയോടെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം എന്റെ ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ അത് സമാധാനമാണ്. അവൻ സമാധാനപ്രഭുവാണ്, വീരനാമന്ത്രി മന്ത്രിയാണ്, രാജാതിരാജനാണ്, ലോകത്തിന്റെ സൃഷ്ടാവാണ്, സർവ്വലോകങ്ങളുടെയും അധിപനാണ്, സ്വർഗത്തിന് അധിപനാണ്. ആ ഒരു യേശുവാണ് എൻ്റെ രക്ഷകൻ. അവനുമായിട്ടാണ് എനിക്ക് കൂട്ടുകെട്ട വേണ്ടത്. ആ യേശുവിൻ്റെ തിരുപ്പിറവിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു, നമ്മുടെ യേശു നമ്മുടെ ക്രിസ്തുവിൽ ഉരുവാകാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇതുവരെ കേട്ടിരുന്ന എല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ശുശ്രൂഷയിലും അതുപോലെ തന്നെ എൻ്റെ പ്രാക്ടീസിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആത്മാർത്ഥമായി യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം. പുറത്തു കഷ്ടമേൽക്കുക